ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഷേഷ്വാൻ ചിക്കനാണ്. ഷേഷ്വാൻ ചിക്കൻ്റെ ഒരു കേരള സ്റ്റൈൽ. ആദ്യമായിട്ട് നമുക്ക് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇത്തരത്തിൽ നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ കട്ട് ചെയ്യുന്ന അത്തരത്തിലോട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു 3 പോർഷൻ ഇതിനു വേണ്ടിയാണ്, ചിക്കൻ കറിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെടുക്കുന്നത്. അതിന് നല്ല വലിയ ക്യാപ്സിക്കം ഒരു 2 ഉണ്ടോടെ അത് മതി. ഒരു 3-4 സവോളയും ആണ് ആവശ്യം വരുന്നത്. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ സ്റ്റാർ നൈസ് അതിൻ്റെ അകത്ത് ഇടുക. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവോള അതിനകത്തിട്ട് അരിഞ്ഞ സവോള അതിനകത്ത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ സവോള ഒന്ന് വഴറ്റി എടുത്ത് നമുക്ക് വരുന്ന സമയത്ത് വേണം നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വരട്ടെ. ആ സമയത്ത് ഇത് നല്ലതായിട്ട് വഴറ്റി വരുന്ന സമയത്ത് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് ആദ്യം വേണമെങ്കിൽ ചേർക്കാം, ഇപ്പം വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വറ്റൽമുളക് ചതച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 വറ്റൽമുളക് ചതച്ചത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം അരിഞ്ഞ് വേണേൽ ഇടാം. അത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് മൂത്ത സമയത്ത് അരിഞ്ഞ് വേണേൽ ഇടാമായിരുന്നു. പക്ഷേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. നമുക്ക് അതിൻ്റെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി നമുക്ക് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക എരിവിനായിട്ട്. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ എരിവ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് നമുക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിൽ അതിൻ്റെ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ഇത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ വേണം, കാരണം ഇത് അത്യാവശ്യം സ്പൈസി ഉള്ളൊരു ഇതാണ്. എങ്കിലും ചെറിയൊരു ഇത് സ്വീറ്റും കൂടെയാണിത്. അപ്പോൾ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, ഇത്ര സോസുകളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഷേഷ്വാൻ ചിക്കൻ്റെ സോസ് വേണം നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥിരം ഒരു ഡിഷ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയത് വെക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മുളക് അങ്ങനെ ഇട്ടെടുത്തത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ തിളച്ച് ഇതെല്ലാം നല്ലതായിട്ട് ചേർന്ന് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ രുചിയൊക്കെ നോക്കും. ഉപ്പും പുളിയും മധുരം എല്ലാം നോക്കിയത് ഇത് വരുന്ന സമയത്ത് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ചെന്ന് കുറുകി വരുന്ന സമയത്ത് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലോർ കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ കലക്കിയിട്ട് ഇത് കുറേശ്ശെ വീതം ഇളക്കി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിക്കായിട്ട് വരും. ആ വെള്ളം വിട്ട് കിടക്കുന്ന ആ സംഭവം എല്ലാം മാറി നല്ല കുറുകി കിടക്കും. ആ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത്